ഹായ് ഓൾ, ഐ+ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആര്യ. അപ്പോൾ ഞാനിന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ K-TET കാറ്റഗറി എല്ലാ കാറ്റഗറീസിലും വേണ്ടിയിട്ടുള്ള കുട്ടികൾക്കുള്ള ഇംഗ്ലീഷിൻ്റെ കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ എന്താണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പെഡഗോജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ഗ്രാമർ അല്ല. കാറ്റഗറി 2-ലും 1-ലും ഒക്കെ പെഡഗോജി ക്വസ്റ്റ്യൻസും ഉറപ്പായിട്ട് ചോദിക്കും. കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഇവാലുവേഷൻ ഐഡൻറ്റിഫൈസ് ലേണിംഗ് ഡെഫിഷ്യൻസീസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് ഓഫ് ദി ലേണർ. നമ്മൾ പലതരത്തിലുള്ള ഇവാലുവേഷൻ പഠിച്ചിട്ടുണ്ട്. സമ്മേറ്റീവ് ഇവാലുവേഷൻ ഉണ്ട്, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഇവാലുവേഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ ലേണറിൻ്റെ ലേണിംഗ് ഡെഫിഷ്യൻസീസും ഡിഫിക്കൽട്ടീസും മനസ്സിലാക്കുന്ന ഇവാലുവേഷൻ ഏതാണെന്നാണ് ചോദ്യം. അപ്പം ലേണറുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഇവാലുവേഷൻ ടൈപ്പ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഡയഗ്നോസ്റ്റിക് ഉണ്ട്, സമ്മേറ്റീവ്, ടെർമിനൽ, കണ്ടിന്യൂസ്, 4 ഇവാലുവേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ലേണറിൻ്റെ ഡെഫിഷ്യൻസീസ്, ലേണറിൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെ വീക്ക്നെസ് മനസ്സിലാക്കാൻ പറ്റുന്ന ഇവാലുവേഷൻ ഏതാണ്? ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലേ. ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആണ്. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷനകത്താണ് നമുക്ക് എന്താണ് ലേണറിന് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട് എന്ന്, നമുക്ക് വീക്ക്നെസ് ഏതൊക്കെ ഭാഗത്ത് വീക്കാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഇവാലുവേഷൻ ആണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇനി സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു ടേമിൻ്റെ എൻഡിൽ നടത്തുന്ന ഇവാലുവേഷൻ ആണ് അല്ലേ. ഒരു ഒരു കോഴ്സിൻ്റെ എൻഡിൽ അല്ലെങ്കിൽ എന്താണ് പിന്നീട് ഒരു അത് തന്നെ കോഴ്സിൻ്റെ എൻഡിൽ അല്ലെങ്കിൽ ഒരു ഇയറിൻ്റെ എൻഡിലൊക്കെ നടത്തുന്ന ഇവാലുവേഷനെയാണ് നമ്മൾ സമ്മേറ്റീവ് ഇവാലുവേഷൻ. അത് കുട്ടി എത്രത്തോളം അച്ചീവ് ചെയ്തു, എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു, കുട്ടി പഠിച്ച കാര്യങ്ങളെല്ലാം എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഇവാലുവേഷനാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. പിന്നെ ടെർമിനൽ ഇവാലുവേഷൻ ഉണ്ട് അല്ലേ, ഓരോ ടേമിൻ്റെ എൻഡിലും കണ്ടക്ട് ചെയ്യുന്ന ഇവാലുവേഷന്. പിന്നീട് എന്താണ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ അല്ലേ. അപ്പോൾ ഇതെല്ലാം എന്താണ് പലതരത്തിലുള്ള ഇവാലുവേഷനാണ്. അതിൽ കുട്ടിയുടെ വീക്ക്നെസ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസീസ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ക്വസ്റ്റ്യൻസ് എ ടീച്ചർ ഈസ് എക്സ്പെക്ടഡ് ടു ആസ്ക് വൈൽ പ്രോസസിങ് എ റീഡിംഗ് പാസേജ് ഇൻ ദ ക്ലാസ് ആർ കോൾഡ് ഡാഷ്. ക്ലാസ്സിൽ എന്താണ് ഒരു പാസേജ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാസേജ് വായിക്കുന്ന സമയത്ത് ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലേ. ഇപ്പോൾ ടീച്ചർ നമുക്കൊരു പോർഷൻ തരും, എന്നിട്ട് എല്ലാവരോടും പറയും വായിക്കാനായിട്ട്. അത് വായിച്ചതിന് ശേഷം ടീച്ചർ എന്ത് ചെയ്യും? കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. ആ ക്വസ്റ്റ്യൻസിന് എന്ത് പേര് പറയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്കഫോൾഡിംഗ് ക്വസ്റ്റ്യൻസ്, ഗ്ലോബൽ ക്വസ്റ്റ്യൻസ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, WH ക്വസ്റ്റ്യൻസ്. എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്? പാസേജ് റീഡ് ചെയ്തിട്ട് ടീച്ചർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. പാസേജ് റീഡ് ചെയ്തതിന് ശേഷം ആ പാസേജുമായിട്ട് ബന്ധപ്പെട്ട് ടീച്ചർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്ത് പേര് പറയാം? സ്കഫോൾഡിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം അല്ലേ. അതാണ് സ്കഫോൾഡിംഗ് ക്വസ്റ്റ്യൻസ്. അതായത് നമ്മളത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അത് നമുക്ക് മനസ്സിലായോ എന്നറിയാൻ വേണ്ടിയിട്ട് ടീച്ചർ എന്ത് ചെയ്യും? കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്കഫോൾഡിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എന്താണ് സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു ഹെൽപ്പ് വേണ്ടുന്ന സമയത്ത് ടീച്ചർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സ്കഫോൾഡ് അല്ലെങ്കിൽ കൈത്താങ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾക്കൊരു ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യും? ആ ആവശ്യ സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് സ്കഫോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ പാസേജ് വായിച്ചിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്? സ്കഫോൾഡിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ഓപ്ഷൻ ദാറ്റ് ഡസൻറ്റ് സ്യൂട്ട് ദി സിംപ്റ്റംസ് ഓഫ് ഡിസ്ലെക്സിയ. ഡിസ്ലെക്സിയ നമ്മൾ കുറേ ലേണിംഗ് ഡിസബിലിറ്റീസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഡിസ്ലെക്സിയയുടെ സിംറ്റംസുമായിട്ട് സ്യൂട്ട് ആകാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫിക്കൽറ്റി ഇൻ റീഡിങ് ഫ്ലുവൻ്റ്ലി, എന്താണ് കണ്ടിന്യൂസ് ആയിട്ടല്ലേ ഫ്ലുവൻ്റ് ആയിട്ട് വായിക്കാൻ പറ്റാത്തത്. ഡിഫിക്കൽറ്റി ഇൻ വേർഡ് റെക്കഗ്നീഷൻ ആൻഡ് സ്പെല്ലിംഗ്, അതേപോലെ തന്നെ എന്താണ് വേർഡ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ സ്പെല്ലിംഗ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഡിഫിക്കൽറ്റി ഇൻ റൈറ്റിംഗ്, എഴുതാനുള്ള ബുദ്ധിമുട്ട്. ഡിഫിക്കൽറ്റി ഇൻ റീസണിങ്, ചിന്തിക്കാനുള്ള ബുദ്ധിമുട്ട്. ഇതിലേതാണ് ഡിസ്ലെക്സിയയുടെ സിംറ്റം അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? റീഡിംഗ് ഫ്ലുവൻ്റ്ലി, ഡിഫിക്കൽറ്റി ഇൻ റീഡിംഗ് ഫ്ലുവൻ്റ്ലി, അത് ഡിസ്ലെക്സിയയുടെ ഒരു സിംറ്റം ആണ്. ഡിഫിക്കൽറ്റി ഇൻ വേർഡ് റെക്കഗ്നീഷൻ ആൻഡ് സ്പെല്ലിംഗ്, അതും എന്താണ്? അതിൻ്റെ ഒരു സിംറ്റം തന്നെയാണ്. ഡിഫിക്കൽറ്റി ഇൻ റൈറ്റിംഗ്, നമുക്ക് സ്പെല്ലിംഗ് കറക്റ്റായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ റൈറ്റിംഗിലും ബുദ്ധിമുട്ട് വരും അല്ലേ. അപ്പോൾ അതും എന്താണ്? ഡിസ്ലെക്സിയയുടെ ഒരു സിംറ്റം ആണ്. എന്നാൽ ഡിഫിക്കൽറ്റി ഇൻ റീസണിങ്, ചിന്തിക്കുന്നതും എഴുതുന്നതുമായിട്ട് വ്യത്യാസമുണ്ട് അല്ലേ, വായിക്കുന്നതുമായിട്ടല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഡിഫിക്കൽറ്റി ഇൻ റീസണിങ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ലേണിംഗ് ഡിഫിക്കൽറ്റീസ് എന്ന് പറഞ്ഞ ടോപ്പിക് നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോകണം. കുറേ ലേണിംഗ് ഡിഫിക്കൽറ്റീസ് ഉണ്ട് അല്ലേ. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്പ്രാക്സിയ, പിന്നീട് ഓട്ടിസം, അങ്ങനെ കുറേ ഡിഫിക്കൽറ്റീസ് നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് നോക്കിയിട്ട് എക്സാമിന് പോവുക. ഓക്കെ.
അടുത്ത ചോദ്യം, ദി ആർമി മെത്തേഡ് ഈസ് അനദർ ടേം ഫോർ ദി ഡാഷ് മെത്തേഡ് ഓഫ് ടീച്ചിങ് എ ലാംഗ്വേജ്. ഇപ്പോൾ ലാംഗ്വേജ് ടീച്ചിങ് മെത്തേഡിൻ്റെ ഏത് ലാംഗ്വേജ് ടീച്ചിങ് മെത്തേഡിൻ്റെ മറ്റൊരു പേരാണ് ആർമി മെത്തേഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ലാംഗ്വേജ് ടീച്ചിങ് മെത്തേഡിൻ്റെ അനദർ നെയിമാണ് ആർമി മെത്തേഡ് എന്ന് പറയുന്നത്? ഓഡിയോ ലിംഗ്വൽ മെത്തേഡിൻ്റെ. ഓക്കെ, ഓഡിയോ ലിംഗ്വൽ മെത്തേഡിൻ്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? ആർമി മെത്തേഡ്. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക, ആർമി മെത്തേഡ് എന്ന് പറയുന്നത് ഓഡിയോ ലിംഗ്വൽ മെത്തേഡിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് നെയിമാണ്. ഓക്കെ, ഇനി എന്താണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ഫോറിൻ ലാംഗ്വേജ് ടീച്ചിങ് മെത്തേഡാണ്. ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുക, അതാണ് അവിടെ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ മദർ ടങ് ഏതാണോ അതിലേക്ക് നമ്മുടെ ടാർഗറ്റ് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നു, തിരിച്ചും അതുപോലെ ടാർഗറ്റ് ലാംഗ്വേജിനെ എന്ത് ചെയ്യും, നമ്മുടെ ലാംഗ്വേജ് ടാർഗറ്റ് ലാംഗ്വേജിലേക്കും ടാർഗറ്റ് ലാംഗ്വേജ് നമ്മുടെ ലാംഗ്വേജിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ബൈലിംഗ്വൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, രണ്ട് ലാംഗ്വേജിൻ്റെ ഇൻഫ്ലുവൻസ് അവിടെ വരും. മദർ ടങ്ങിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ ചെറുതായിട്ട്, വളരെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ മദർ ടങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കുന്നതിനെയാണ് ബൈലിംഗ്വൽ മെത്തേഡ് എന്ന് പറയുന്നത്. അവിടെ റെസ്ട്രിക്റ്റഡ് യൂസ് ഓഫ് മദർ ടങ് എന്നാണ് പറയുന്നത്. മദർ ടങ് അതായത് ഇപ്പോൾ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റ് എത്ര പറഞ്ഞിട്ടും കുട്ടികൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ മാത്രം ടീച്ചർ അവിടെ എന്ത് ചെയ്യും? മദർ ടങ് യൂസ് ചെയ്ത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ആ ഒരു മെത്തേഡിനെയാണ് ബൈലിംഗ്വൽ. അപ്പോൾ രണ്ട് ലാംഗ്വേജസ് അവിടെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ബൈലിംഗ്വൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഓഡിയോ ലിംഗ്വൽ മെത്തേഡിൻ്റെ മറ്റൊരു പേരാണ് ആർമി മെത്തേഡ് എന്ന് പറഞ്ഞു. അവിടെ എന്താണ്? ഓഡിയോയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്, അല്ലേ? അപ്പോൾ ഓഡിയോ ലിംഗ്വൽ മെത്തേഡാണ്. ഓഡിയോ വഴി കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്ന ഒരു മെത്തേഡാണ് ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് എന്ന് പറയുന്നത്. സൈലന്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, വളരെ സൈലൻ്റ് ആയി, അതായത് കുട്ടികളെ വളരെ ഈസി ആയിട്ട് ക്ലാസ്സിൽ അവരെ വളരെ അവർക്ക് അധികം സ്ട്രെസ്സോ സ്ട്രെയിനോ ഒന്നും കൊടുക്കാതെ വളരെ ജോയ്ഫുൾ ആയിട്ട് ഇരുത്തിക്കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് സൈലന്റ് വേ. അവിടെ ടീച്ചർ സൈലന്റ് ആയിട്ടിരിക്കും. ഓക്കെ, അവിടെ കുട്ടികൾ കുറച്ചുകൂടി ആക്റ്റീവ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ടീച്ചർ സൈലന്റ് വേ എന്ന് പറയുമ്പോൾ ടീച്ചർ അവിടെ സൈലന്റ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പിള്ളേരെ തുറന്നു വിടുകയാണെന്നല്ല അർത്ഥം. ക്ലാസ്സിൻ്റെ കൺട്രോൾ എപ്പോഴും ടീച്ചറിൻ്റെ കയ്യിൽ തന്നെയായിരിക്കും. എങ്കിലും കുട്ടികൾക്ക് അവിടെ കൂടുതൽ എന്ത് ചെയ്യും? അവർക്ക് കുറച്ചുകൂടെ പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യം ടീച്ചർ അവിടെ ഒരുക്കി കൊടുക്കും. അതിനെയാണ് സൈലന്റ് വേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 4 ഫോറിൻ ലാംഗ്വേജ് ലേണിംഗ് മെത്തേഡ്, ടീച്ചിങ് മെത്തേഡ് നമ്മൾ പറഞ്ഞു. അതിൽ ആർമി മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഓഡിയോ ലിംഗ്വൽ മെത്തേഡിൻ്റെ മറ്റൊരു പേരാണ്. അതേപോലെ തന്നെ സൈലന്റ് വേ കൊണ്ടുവന്നത് ആരാണ്? കാലേബ് ഗട്ടെക്നോ ആണ് കേട്ടോ. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. സൈലന്റ് വേ അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കാലേബ് ഗട്ടെക്നോ ആണ് സൈലന്റ് വേ ഇൻവെന്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് സൈലന്റ് വേ എന്ന് പറയുന്നത്. ഓക്കെ, കാലേബ് ഗട്ടെക്നോ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേരും എന്ത് തന്നെയാണ്? സൈലന്റ് വേ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, when a teacher tries to get learners to guess the meaning of a word, her strategy is dash. എന്താണ് പറഞ്ഞിരിക്കുന്നത്? when a teacher tries to get learners to guess the meaning of a word. ടീച്ചർ കുട്ടികളെ ഒരു വേർഡിൻ്റെ മീനിങ് കണ്ടെത്താനായിട്ട് ടീച്ചർ കുട്ടികളോട് പറയുകയാണ് അതിൻ്റെ മീനിങ് കണ്ടെത്തൂ എന്ന്. ഹെർ സ്ട്രാറ്റജീസ്. അപ്പോൾ ടീച്ചർ ഇവിടെ ഏത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്? കുട്ടികളോട് ഒരു വേർഡിൻ്റെ മീനിങ് കണ്ടെത്താൻ ടീച്ചർ പറയുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ഏതാണ്? ഇൻവിറ്റേഷൻ, എലിസിറ്റേഷൻ, ഇംപ്രവൈസേഷൻ, ഇൻ്റർജെക്ഷൻ. ഏതാണ് വരുന്നത്? മീനിങ് കണ്ടെത്താനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ടീച്ചർ അതിനെ ശ്രമിക്കുകയാണ്, അല്ലേ? അപ്പോൾ അവിടെ ഏത് മെത്തേഡായിരിക്കും വരുന്നത്? എലിസിറ്റേഷൻ ആണ് വരുന്നത്, അല്ലേ? ഇവിടെ ആൻസർ വരുന്നത് എലിസിറ്റേഷൻ ആണ്. when a teacher tries to get the learners to guess the meaning of a word, her strategy is elicitation. ടീച്ചർ എന്ത് ചെയ്യാണ്? കുട്ടികളെ കൂടെ ആ വേർഡിൻ്റെ മീനിങ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ആ മെത്തേഡ് നമ്മൾ എന്ത് പേര് പറയും? എലിസിറ്റേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇതിൻ്റെ ബാലൻസുമായിട്ട് കുറച്ച് വീഡിയോസും കൂടി ഉണ്ട്. അപ്പോൾ അതുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്